ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മളിവിടെ ലിഡിലേക്ക് പോകുന്ന ഒരു കുട്ടി വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ലിഡിലേക്ക് ലിഡിൻ്റെ അവിടെ നിൽക്കുന്നത്, ഇനി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് നമുക്ക് ഇന്നത്തെ നോക്കാം. ഇന്ന് ഞാൻ പ്ലസ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കുറേ ഓഫേഴ്സൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വർഷം തുടങ്ങല്ലേ, വിലക്കുറവുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ എനിക്ക് നേരെ ലിഡിലിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ ഫൈനലി ഞാനിപ്പോൾ ലിഡിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നേക്കുന്നത് മോസ്തയിലെ ലിഡിലാണ്. ഇത് നല്ല അത്യാവശ്യം വലിയൊരു ലിഡിലാട്ടോ. ഞാനിപ്പോൾ പോയേക്കുന്നതിൽ ഏറ്റവും വലിയ ലിഡിലിൻ്റെ ഷോപ്പ് ഇതാണ്. ബാക്കിയെല്ലാം ഇത്തിരി കൂടി ചെറുതാണ്. മറ്റ് ലിഡിലിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മളിങ്ങനെ കയറി വന്ന സൈഡിൽ മൊത്തം ഇങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലത്തെ നമ്മുടെ ബണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബേക്കറി ഐറ്റംസ് പോലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല. ഞാൻ നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഓഫറിലുണ്ടായിരുന്നു. പിന്നെ ഓഫറിൽ ക്യാബേജ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ട് മേടിക്കാൻ വന്ന സാധനം എന്ന് പറയുകയാണെങ്കിൽ. ഇന്ന് നമുക്ക് വന്നിട്ട് 80 സെൻറ്റിന് ഒരു ഫുൾ ക്യാബേജ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാബേജ് മേടിക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെ ഫുൾ കണ്ടോ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഓഫേഴ്സിലുണ്ടെന്ന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ലിഡിൽ പ്ലസ് എടുത്തുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ബ്രെഡ്, ക്രോസോണറ്റിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പല ഫ്ലേവറിൽ ചോക്ലേറ്റ്, അതുപോലത്തെ നോർമൽ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഫുൾ ഇങ്ങനത്തെ ബിയേഴ്സൊക്കെയാണ് കേട്ടോ. നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ബിയേഴ്സ് കിട്ടുമെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ നോർമലി ബിയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുപ്പികളും ഇവിടെ ഉണ്ട്. നമ്മുടെ ലിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ലോത്തിങ് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിൻറ്റേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ക്ലോത്തിങ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ നേരെ ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ നേരെ വരുന്നത് നമ്മുടെ ചിക്കൻ്റെ സെക്ഷനാണ്. ഇവിടെ എല്ലാ മീറ്റും കിട്ടും. നമ്മുടെ ചിക്കൻ, പോർക്ക്, ബീഫ്, ഫിഷ് എല്ലാത്തിൻ്റെയും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. ചിക്കൻ തന്നെ പല വെറൈറ്റി ആയിട്ടാണ് അവർ കട്ട് ചെയ്തേക്കുന്നത്. ചിക്കൻ്റെ ലെഗ്, അതുപോലെ ബ്രസ്റ്റ്, അതുപോലെ ഫുൾ ചിക്കൻ, അതുപോലെ കരൾ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് അവർ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, വേണമെങ്കിൽ ഫുൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടത് അത് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലേക്കാണ്. നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും മിനറൽ വാട്ടറാണ് മേടിക്കുന്നത്, അതുപോലത്തെ ക്യാനൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ എനിക്കിതുവരെയായിട്ട് മേടിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ താമസിക്കുന്ന ഓർത്ത് ഫിൽറ്ററോ വെള്ളം ഉള്ളതുകൊണ്ട് ഞാനിതുവരെ കുപ്പിവെള്ളം പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഫുൾ അങ്ങനത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻസാണ്. ഇവിടെ ജലാറ്റോൻ്റെ ഐസ്ക്രീംസ് ആയിട്ട് കൂടുതൽ. അപ്പോൾ ഞാനൊരു ഐസ്ക്രീം എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പോൾ ഞാൻ ഫ്ലേവർ നോക്കിയപ്പോൾ ആകെ കണ്ടത് ഈ ഒരു കോഫിയുടെയും പിന്നെ ഒരു പിസ്തയുടെയാണ്. പിസ്ത മട്ടു എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഫിയാണ് എടുത്തത്. പക്ഷേ അത് വൻ ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ ഞാൻ ലിഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 4:45 പക്ഷെ നല്ല ഇരുട്ടായി തുടങ്ങി. കണ്ടൊരു 6 മണി 6:30 ഒരു ടൈമായിട്ട് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നേരെ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ബസ് എപ്പോഴാണെന്ന് എനിക്ക് ഇവിടുന്ന് അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ബസ് കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിനി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് മാപ്പ് ഇട്ട് നോക്കണം ബസ് ടൈമിങ്ങും കാര്യങ്ങളും. അങ്ങനെ അതാ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് ഫൈനലി വന്നു. ഇവിടെ ആകെ ഒരു ബസ്സിൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അവിടെ പോയി നോക്കണം ഏതാണ് ബസ്സും ടൈമിങ്ങും കാര്യങ്ങളെന്നൊക്കെ നോക്കണം. ഇവിടെ കണ്ടോ വിൻ്റർ ആയതുകൊണ്ട് ഒക്കെ ഭയങ്കര എന്തോ പോലെയാണ്. പക്ഷേ സമ്മറൊക്കെ ഇനി ഇവിടെ മൊത്തം ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫുൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാത്ത, ഫുൾ തണുപ്പായതുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ് വന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി നേരെ ഇനി വലയത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ മതിയായിരിക്കും. ബൈ.